നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ത്രയസ്ത്രിംശ സർഗഃ 33-ാം സർഗം. ഇപ്പോൾ ശൂർപ്പണഖ രാവണനോട് അത്യധികം പരുഷമായ വാക്കുകൾ പറയുകയാണ്. അവിടത്തേക്ക് ആപത്തിനെ പറ്റി ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തവൻ ആ കാര്യങ്ങളോടും രാജ്യത്തോടും കൂടി പരമനാശത്തിൽ ഭവിക്കും എന്നൊക്കെ ശൂർപ്പണഖ രാവണനോട് പറയുകയാണ്. പ്രജകളെ വേണ്ടവണ്ണം സംരക്ഷിക്കാത്തവനെ ആളുകൾ പുഴയിലെ ചെളിക്കുഴികളെപ്പോലെ അനാദരിക്കും. കടലിലെ പർവ്വതങ്ങൾ പോലെ അങ്ങനെയുള്ള ആളുകൾ വളർന്നാലും അവരെ പുറത്തേക്ക് കാണുകയും മനസ്സിലാകുകയും ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ശൂർപ്പണഖ രാവണനെ അനാദരിച്ച ചില വാക്കുകൾ ഇപ്പോൾ പറയുകയാണ്. വീണ്ടും എന്താണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലോകം 7. ആത്മവദ്ഭിർവിഗൃഹ്യത്വം ദേവഗന്ധർവദാനവൈഹൈ അയുക്തചാരജച്ഛബല കഥം രാജാ ഭവിഷ്യസി. വീര്യശാലികളായ ദേവഗന്ധർവ ദൈത്യാദികളുമായി ഇടഞ്ഞ് ചാരന്മാരില്ലാത്തവനും ചപലനുമായി വർത്തിക്കുന്നവൻ എങ്ങനെ രാജാവായി ഭവിക്കും? ശ്ലോകം 8. ത്വം തു ബാലസ്വഭാവച്ഛ ബുദ്ധിഹീനച്ഛ രാക്ഷസ ജ്ഞാതവ്യം തന്ന ജാനീഷേ കഥം രാജാ ഭവിഷ്യസി. ബാലസ്വഭാവനും ബുദ്ധിഹീനനുമായി അറിയേണ്ടുന്നതറിയാത്തവനായ നീ എമ്മട്ടിൽ രാജാവാവും. ശ്ലോകം 9. യേഷാം ചാരാച്ഛകോശച്ഛ നയച്ഛ ജയതാം വര അസ്വാധീന നരേന്ദ്രാണാം പ്രാകൃതൈസ്ത്യൈ ജനൈ സമാഹ. ജയശാലികളിൽ ശ്രേഷ്ഠതയുള്ളവനെ ചാരന്മാരും ഭണ്ഡാരവും നയവും സ്വാധീനമല്ലാത്ത നരേന്ദ്രന്മാർ പാമരന്മാർക്ക് തുല്യരാണ്. ശ്ലോകം 10. യസ്മാത് പശ്യന്തി ദൂരസ്ഥാൻ സർവാനർത്ഥാൻ നരാധിപാഃ ചാരേണ തസ്മാദുച്യന്തേ രാജാനോ ദീർഘചക്ഷുഷഃ. ശ്ലോകം 10-ന്റെ അർത്ഥം: ദൂരസ്ഥങ്ങളായ സമസ്ത വൃത്താന്തങ്ങളും രാജാക്കന്മാർ ചാരന്മാരിലൂടെ കാണുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാർ ദീർഘചക്ഷുസുകളാണെന്ന് പറയുന്നത്. ശ്ലോകം 11. അയുക്തചാരം മന്യേ ത്വാം പ്രാകൃതൈ സജീവൈര്യുത സ്വജനം ച ജനസ്ഥാനം നിഹതം നാവബുദ്ധ്യസേ. ഭവാൻ ചാരനെ നിയോഗിക്കാത്തവനെന്ന് ഞാൻ കരുതുന്നു. പാമരന്മാരായ അമാത്യന്മാരാൽ ചുറ്റപ്പെട്ടവനാണ്. സ്വജനവും ജനസ്ഥാനവും മുച്ചൂടും മുടിഞ്ഞത് അറിയുന്നില്ലല്ലോ. ശ്ലോകം 12. ചതുർദശസഹസ്രാണി രക്ഷസാം ഭീമകർമ്മണാം ഹതാന്യേകാന രാമേണ ഖരച്ഛ സഹദൂഷണഃ. 14,000 ഭീമകർമാക്കളായ രാക്ഷസരും ഖരനും ദൂഷണനും മരിച്ചിരിക്കുന്നു രാമൻ എന്ന ഒരേ ഒരുവനാൽ. ശ്ലോകം 13. ഋഷീണാമഭയം ദത്തം കൃതക്ഷേമാച്ഛദണ്ഡകാഃ ധർഷിതം ജനസ്ഥാനം
രാമേണ ക്ലിഷ്ടകാരിണാം. ഋഷികൾക്ക് അഭയം നൽകിയിരിക്കുന്നു. ദണ്ഡകാരണ്യത്തിൽ അവർക്കെല്ലാം ക്ഷേമമുണ്ടാക്കിയിരിക്കുന്നു. പ്രവർത്തിക്കുന്നതിൽ ക്ലേശമേ ഇല്ലാത്ത രാമൻ ജനസ്ഥാനത്തെ ആക്രമിച്ച് തകർത്ത് കഴിഞ്ഞു. 13 ശ്ലോകങ്ങളാണ് സർഗം 33 പാരായണം ചെയ്തത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.